അമ്പരക്കാതിരിക്കുന്നതെങ്ങനെ, ഒപ്പം പൊട്ടിച്ചിരിക്കാതിരിക്കുന്നതും? കൃഷ്ണനുണ്ണിയുടെ അപ്പോഴത്തെ അവസ്ഥ അതുതന്നെയായിരുന്നു. പോലീസ് സ്റ്റേഷനിലെ സെല്ലിനു നേരെ നടക്കുമ്പോഴും പ്രതികളായ ചെറുപ്പക്കാരെ കാണുമ്പോഴും അവരോട് ഒരേ ഒരു ചോദ്യം ചോദിച്ച് മടങ്ങുമെന്നേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. ചോദിക്കുകയും ചെയ്തു. അവർക്കെതിരെ എന്തു നടപടികൾ എടുക്കുന്നു എന്ന് തനിക്കറിയേണ്ട കാര്യമില്ല. അത് പോലീസ് തീരുമാനിക്കട്ടെ. തനിക്ക് തൻ്റെ മകളെ തിരികെ ലഭിച്ചല്ലോ, അത് മതി. അതുമാത്രമായിരുന്നു പരമപ്രധാനം. ഇനി എന്ത് എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ചെയ്ത കടുംകൈക്ക് ഉചിത ശിക്ഷ ലഭിക്കുക തന്നെ വേണം ആ ചെറുപ്പക്കാർക്ക്. തങ്ങൾ തട്ടിക്കൊണ്ടുപോന്ന മീനാക്ഷി എന്ന കുട്ടിയുടെ അച്ഛനാണ് മുന്നിലെന്ന് ചെറുപ്പക്കാർക്ക് മനസ്സിലായിരുന്നു. അവർ കൃഷ്ണനുണ്ണിക്ക് നേരെ കൈകൂപ്പി. ഒറ്റ നോട്ടത്തിന് ക്രിമിനലുകളാണെന്ന തോന്നലുകളൊന്നും ആ ചെറുപ്പക്കാർ നൽകുന്നില്ല. സെല്ലിൻ്റെ അഴികളിൽ പിടിച്ചുള്ള ആ നിൽപ്പ് കണ്ടാൽ പഞ്ചപാവങ്ങളാണെന്ന് തോന്നുകയും ചെയ്യുമായിരുന്നു. ഓരോരുത്തരുടെയും മുഖങ്ങളിലൂടെ കൃഷ്ണനുണ്ണിയുടെ കണ്ണുകൾ ഒരു വട്ടം ഒരോട്ടപ്രദക്ഷിണം നടത്തി. അവരിൽ ചിലരുടെയെങ്കിലും കണ്ണുകളിൽ ദൈന്യത നിഴലിച്ചിരുന്നതായി തോന്നി. എന്തിനു വേണ്ടി? നിങ്ങൾ എന്തിനു വേണ്ടിയാണിത് ചെയ്തത്? ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ കൃഷ്ണനുണ്ണി. ഞങ്ങൾ റോബർട്ട് എന്ന ചെറുപ്പക്കാരൻ പരുങ്ങി. പറഞ്ഞോളൂ. നിങ്ങൾ തട്ടിക്കൊണ്ടുവന്ന കുട്ടിയുടെ അച്ഛൻ എന്ന നിലയ്ക്ക് എനിക്ക് അതറിയാനുള്ള അവകാശമുണ്ട്. ഏതായാലും നിങ്ങൾക്കത് പറയേണ്ടി വരും പോലീസുകാരോട്. അവരതറിയാതെ നിങ്ങളെ ഇവിടെ നിന്ന് ഇറക്കിവിടുകയില്ല. അതിനു മുൻപേ സത്യം എന്നോട് പറഞ്ഞാൽ നിങ്ങളെ ഉപദ്രവിക്കരുതെന്ന് പറയാനെങ്കിലും എനിക്ക് കഴിഞ്ഞേക്കും. നിങ്ങൾ ചെയ്തത് ഏറ്റവും ഗുരുതരമായ തെറ്റാണെങ്കിലും മീനാക്ഷി പരാതിയൊന്നും പറഞ്ഞിട്ടില്ലാത്ത നിലയ്ക്ക് കുറച്ചൊരു പിണക്കം കുറവുണ്ട് നിങ്ങളോട്. അവളോട് കാട്ടിയ മാന്യതയ്ക്ക് പകരം ഞാനെങ്കിലും നിങ്ങളോടിങ്ങനെ പെരുമാറണമല്ലോ. പോലീസുകാരുടെ കാര്യം എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല. തികച്ചും സൗമ്യമായിരുന്നു കൃഷ്ണനുണ്ണി മേനോന്റെ സംസാരം. ചെറുപ്പക്കാരുടെ മുഖങ്ങളിൽ വിവിധ വികാരങ്ങളുടെ മിന്നലാട്ടം. സർ, രക്ഷിക്കണം. ഞങ്ങൾ ദുരുദ്ദേശത്തോടെയോ കുട്ടിയെ ഉപദ്രവിക്കാനോ ഒന്നുമല്ല അവളെ തട്ടിക്കൊണ്ടുപോയത്. അങ്ങനെയല്ലാതെ ആ കുട്ടിയെ ആ തറവാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയില്ലെന്ന് അറിഞ്ഞതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്തത് ഞങ്ങൾക്ക് വേണ്ടിയല്ല. റോബർട്ട് എന്ന ചെറുപ്പക്കാരനാണ് പറഞ്ഞത്. സംസാരിച്ചതത്രയും അയാൾ മാത്രമായിരുന്നു. കൃഷ്ണനുണ്ണിയുടെ നെറ്റിയിൽ ചുളിവുകൾ വീണു. എന്തു തന്നെയായാലും പറയൂ, അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. അങ്ങ് കേട്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. തമിഴ്നാട്ടിലെ സ്ഥാനം പോയ ഒരു MLA പറ്റി. ചോലൈ പാണ്ഡ്യൻ. മന്ത്രിസഭയിൽ ഒരുപാട് കാലം വിലസിയ ആളാണ്. മന്ത്രിമാരേക്കാൾ പിടിപ്പുണ്ടായിരുന്ന സ്ഥിരം MLA. അദ്ദേഹം ഇത്തവണ മത്സരത്തിൽ ആദ്യമായി തോറ്റു. ഒപ്പം അടിക്കടി പരാജയങ്ങളും. ഒരു MLA സ്ഥാനമെങ്കിലും ഇല്ലാതെ അങ്ങേർക്ക് നാട്ടിൽ നിൽക്കാനാവില്ല. തൊടുന്നതെല്ലാം കഷ്ടകാലമായി തീരുന്നൊരവസ്ഥ. എന്തു വില കൊടുത്തും പരാജയങ്ങളിൽ നിന്ന് കരകയറാമെന്ന് വാശി പിടിച്ചിരിക്കുമ്പോഴാണ് മീനാക്ഷി എന്ന കുട്ടിയുടെ പ്രവചനങ്ങളെക്കുറിച്ച് തമിഴ് പത്രങ്ങളിൽ നിന്ന് അദ്ദേഹം അറിഞ്ഞത്. വരാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയുകയും തനിക്കെതിരെ നീങ്ങിയവരെക്കുറിച്ച് അറിവുണ്ടായിരിക്കുകയും ചെയ്യുന്നത് മുന്നോട്ടുള്ള നീക്കങ്ങൾക്ക് സഹായകമാകുമല്ലോ. എല്ലാം അറിയാനും പ്രതിവിധി തീരുമാനിക്കാനും മീനാക്ഷിയെ കൊണ്ട് കഴിയുമെന്ന് അയാൾക്കൊരു തോന്നൽ. ഇവിടെ വന്ന് കാണുക അസാധ്യമാണല്ലോ. അല്ലെങ്കിൽ തന്നെ അദ്ദേഹം അന്വേഷിച്ചപ്പോൾ വീട്ടിലെത്തിയാലും അതൊന്നും ആ കുട്ടി പറയാറില്ലെന്നറിഞ്ഞത്രേ. അപ്പോഴാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. മീനാക്ഷിയെ മുന്നിൽ എത്തിക്കുന്നതിന് എന്തു ചെലവാക്കാനും അദ്ദേഹം തയ്യാറായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് കമ്പത്ത് വെച്ച് ഞങ്ങളെ പരിചയപ്പെട്ടത്. ഇത് ഞങ്ങൾ ചെയ്താൽ 50,000 രൂപയാണ് അദ്ദേഹം ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ 5 പേർക്കും കൂടി 50,000 രൂപ തൽക്കാലം വലിയൊരു രൂപ തന്നെയാണ്. കാറിൻ്റെയും മറ്റു ചെലവുകൾ വേറെ. കുട്ടിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ കമ്പം ടൂറിസ്റ്റ് ബംഗ്ലാവിൽ എത്തിക്കണമെന്നായിരുന്നു നിർദ്ദേശം. അവളുടെ വിരലിൽ പോലും തൊട്ടുവെന്നറിഞ്ഞാൽ ഞങ്ങളെ വെച്ചേക്കില്ലെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതേ നേരം വരെ ഞങ്ങളത് അക്ഷരം പ്രതി പാലിച്ചിട്ടുണ്ട്. ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അങ്ങ് കമ്പവുമായി ബന്ധപ്പെടുക. അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്ന സമയമാണിപ്പോൾ. അങ്ങനെയൊരു സാഹസത്തിന് നിങ്ങൾ ഇന്നത്തെ ദിവസം തന്നെ തിരഞ്ഞെടുത്തതാണ് കഷ്ടമായത്.
നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് എന്താണെന്നറിയാമോ? കൃഷ്ണനുണ്ണി മേനോൻ ചോദിച്ചു. ഞങ്ങൾ ഒരാഴ്ചയായി പല രീതിയിലും ശ്രമിക്കുന്നതാണ്, ക്ഷേത്രത്തിൽ പോകുന്ന വഴിക്കൊക്കെ. അപ്പോഴൊന്നും മീനാക്ഷി ഒറ്റയ്ക്ക് കിട്ടിയില്ല. അങ്ങനെയാണ് തറവാട്ടിലെ കല്യാണത്തെക്കുറിച്ച് അറിഞ്ഞത്. അന്ന് എങ്ങനെങ്കിലും കാര്യം സാധിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതുപോലെ ഒത്തുവരികയും ചെയ്തു. കൃഷ്ണനുണ്ണി തല കുലുക്കി. വൈകാതെ അദ്ദേഹം സബ് ഇൻസ്പെക്ടറുടെ മുറിയിലേക്ക് തിരിച്ചു പോന്നു. മീനാക്ഷി തെക്കേക്കളം തറവാട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞിരുന്നു. മുത്തച്ഛനോട് തന്നെ സംസാരിച്ചതിൻ്റെ ആഹ്ലാദത്തിലായിരുന്നു അവൾ. ചെറുപ്പക്കാർ പറഞ്ഞ കഥ രാമരാജനോടും കുമളി സബ് ഇൻസ്പെക്ടറോടും കൃഷ്ണനുണ്ണി പറഞ്ഞു. അവർക്ക് പക്ഷേ അതൊരു തമാശയായി എടുക്കാൻ കഴിയുമായിരുന്നില്ല. അല്ലെങ്കിലും അവർക്കെന്നെ കൊണ്ടുപോകാൻ കഴിയുമായിരുന്നില്ല അച്ഛാ. ഞാൻ 1.5 മണിക്കൂർ മുൻപേ ഉണർന്നതാണ്. പക്ഷേ ഉണരാത്ത മട്ടിൽ തന്നെയിരുന്നു. രക്ഷപ്പെടാൻ ഒരവസരം കാത്താണ് ഞാൻ കഴിഞ്ഞത്. അവരുടെ നീക്കങ്ങൾ ഓരോന്നും അറിഞ്ഞുകൊണ്ടാണിരുന്നത്. രാമരാജൻ മീനാക്ഷിയെ അഭിനന്ദിച്ചു. പെൺകുട്ടികളായാൽ ഇങ്ങനെ തന്നെ വേണം. അവരവരുടെ ധൈര്യമാണ് ഓരോ അപകടത്തിൽ നിന്നും രക്ഷിക്കുന്നത്. ആ തൻ്റെ ഇടം കൈമോശം വന്നാൽ അപകടം സുനിശ്ചിതം. കൃഷ്ണനുണ്ണി സബ് ഇൻസ്പെക്ടറോട് അനുവാദം ചോദിച്ചു. തീർച്ചയായും. ഞങ്ങൾക്കിനി ജോലി ബാക്കി കിടക്കുന്നതേയുള്ളൂ. അവന്മാരെ ചോദ്യം ചെയ്തില്ല, മഹസർ തയ്യാറാക്കിയില്ല. ആ തമിഴൻ MLAയെയും കമ്പത്തു നിന്ന് പൊക്കണം. ഏതായാലും മീനാക്ഷിയുടെ മൊഴി ഇനിയും വേണ്ടിവരും. അവിടുത്തെ കാര്യങ്ങൾ രാമരാജൻ സാറിനെ ഏൽപ്പിച്ച് തൽക്കാലം രക്ഷപ്പെടാമെങ്കിലും പിടിപ്പത് ജോലിയാണ് അവന്മാർ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. സഹൃദയനായ സബ് ഇൻസ്പെക്ടർ പറഞ്ഞു. കൃഷ്ണനുണ്ണിയെയും മീനാക്ഷിയെയും യാത്ര അയച്ചിട്ട് രാമരാജൻ അവിടെ തന്നെ തങ്ങി. MLAയെ കൊണ്ടുവന്നു കഴിഞ്ഞേ അദ്ദേഹത്തിനിനി തിരികെ പോകാനാകൂ. തൽക്കാലം മീനാക്ഷിയെ കണ്ടെത്താൻ കഴിഞ്ഞുവെങ്കിലും കേസ് തുടങ്ങിയിട്ടേയുള്ളൂ. 5 ചെറുപ്പക്കാരെയും മാറി മാറി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്ന നിസാരമായൊരു സംഗതിയൊന്നുമല്ലിത്. ഒരു തട്ടിക്കൊണ്ടു പോകലാണ് നടന്നിരിക്കുന്നത്. ഗൗരവതരമായ കുറ്റം തന്നെ. കുമളി സബ് ഇൻസ്പെക്ടർ അപ്പോൾ തന്നെ കമ്പം റെസ്റ്റ് ഹൗസുമായി TBയുമായുമൊക്കെ ബന്ധപ്പെട്ടു. ചോലൈ പാണ്ഡ്യൻ TBയിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി. അവർ അവരുടെ ജോലിയിലേക്ക് തിരിയുമ്പോൾ കൃഷ്ണനുണ്ണിയുടെ കാർ പെരിയാറിനോടടുക്കുകയായിരുന്നു. എത്രയും പെട്ടെന്ന് തറവാട്ടിലെത്താൻ മേനോൻ കാർ പറപ്പിച്ചു. തെക്കേക്കളം തറവാട്ടിൽ ആഹ്ലാദം തിരിച്ചെത്തിയിരിക്കുന്നു. അല്ലെങ്കിലും ദിവാകര പണിക്കരുടെ ആദ്യ വാക്കിൽ തന്നെ ആശ്വാസം ഒരു കുളിരായി പെയ്തിറങ്ങിയിരുന്നുവല്ലോ. എങ്കിലും മീനാക്ഷിയുടെ ഫോൺ കിട്ടുവോളം ഉത്കണ്ഠ തന്നെയായിരുന്നു. കൃത്യം 10 മണിക്ക് സദ്യ തുടങ്ങേണ്ട തറവാട്ടിൽ വൈകിട്ട് 5 നേരത്ത് ഇലയിട്ടു. കാർ വിട്ട പിറകെ രാമരാജൻ ഗോവിന്ദമേനോനെ വിളിച്ചിരുന്നു. ജയലക്ഷ്മിയുടെ ശ്വാസം നേരെ വീണു. അവളുടെ മുഖത്ത് നേരത്തെ മാഞ്ഞ പുഞ്ചിരി പുനർജനിച്ചു. മഹേഷിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല. ഞാൻ പറഞ്ഞില്ലേ ജയലക്ഷ്മി, മീനാക്ഷിക്ക് ഒരാപത്തും വരില്ലെന്ന്. ഇന്നു തന്നെ അവൾ തിരിച്ചെത്തുമെന്ന്. ഇപ്പോഴോ? ജയലക്ഷ്മിയുടെ കണ്ണുകൾ തിളങ്ങി. ദിവാകര പണിക്കർ അപ്പോൾ ഗോവിന്ദമേനോൻ്റെ മുറിയിലായിരുന്നു. മേനോൻ്റെ മുഖത്ത് പുഞ്ചിരി തിരികെ വന്നിരിക്കുന്നു. അവർ രണ്ടുപേരും ഗൗരവമായൊരു ചർച്ചയിലായിരുന്നു. പുറത്തെ തിരക്കുകളൊന്നും ഇരുവരും അറിഞ്ഞതുപോലുമില്ല. മീനാക്ഷിയുടെ ഫോൺ ലഭിച്ച നിമിഷം പണിക്കരെയും വിളിച്ച് മുറിയിലേക്ക് കയറിയതാണ് ഗോവിന്ദമേനോൻ. ഇന്നിപ്പോൾ ഉറ്റ സുഹൃത്ത് അടുത്തുണ്ട്. 1-2 ദിവസം തൻ്റെ ഒപ്പം ചെലവഴിക്കാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നതും. എപ്പോഴും പണിക്കരെ അങ്ങനെ ലഭിക്കുന്നതല്ല. ഇത്തവണ ഇനിയൊരു പരീക്ഷണത്തിന് മുതിരാതെ തന്നെ മീനാക്ഷിയെ തിരികെ ലഭിക്കാൻ വേണ്ടത് ചെയ്യിക്കണം. തമാശയെന്നു കരുതി ഇനിയും സമയം കളയാനില്ല. ഇപ്പോൾ മീനാക്ഷിയെ തിരികെ ലഭിച്ചു. ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ലെന്ന് പറയാൻ വയ്യ. അത് താങ്ങാനുള്ള ത്രാണി വൃദ്ധമനസ്സിനില്ല. അതുകൊണ്ട് കഴിയുമെങ്കിൽ ഇന്നു തന്നെ, അല്ലെങ്കിൽ നാളെ അവളെ ശങ്കരമാവൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കണം. അതിനുള്ള ആലോചനയിലായിരുന്നു പണിക്കരും. ഞാൻ കരുതിയതുപോലെ ചെറിയൊരു കാലയളവിലേക്കല്ല, സ്ഥിരമായി മീനാക്ഷിയെ ഉപയോഗിക്കാനാണ് ശങ്കരമാവൻ്റെ തീരുമാനമെന്ന് തീർച്ചയായി. അതറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇല്ലാത്ത സമയമുണ്ടാക്കി
ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നതും. നിന്നോട് ഞാൻ വാക്കും പറഞ്ഞിരുന്നുവല്ലോ. നാളെ പുലരിയോടെ നമുക്കെല്ലാം ശരിയാക്കാം. ആട്ടെ, അന്നവൾ കുളംകുത്തി കണ്ടെടുത്ത ആ പവിത്രമോതിരം എവിടെയാണ്? ദിവാകര പണിക്കർ ചോദിച്ചു. അവൾ തന്നെ എങ്ങോ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നു. ചിലപ്പോഴൊക്കെ പുറത്തെടുക്കും. അന്നൊക്കെ ആ പ്രത്യേക സ്വഭാവം പ്രകടിപ്പിക്കുകയും ചെയ്യുമായിരുന്നു അവൾ. ഗോവിന്ദമേനോൻ പറഞ്ഞു. പണിക്കർ ഒന്ന് തലകുലുക്കി. ആ പവിത്രമോതിരമാണ് ഇവിടെ വില്ലൻ. അതവളെ കൊണ്ട് തന്നെ ഉപേക്ഷിപ്പിക്കണം. അതിനാവുമെങ്കിൽ എല്ലാം ശുഭമാകും. അതവൾ ചെയ്യുമോ എന്നേ അറിയേണ്ടു. പണിക്കർ പറഞ്ഞു നിർത്തി. എള്ളും പൂവും ചന്ദനവും കയ്യിലെടുത്ത് വെള്ളവും കൂട്ടി ശങ്കരമാവന്റെ പേരും നാളും സങ്കല്പിച്ച് അമ്മാവനെ ബലിതലക്കലേക്ക് ആവാഹിക്കുന്നു എന്ന് സങ്കല്പിച്ച് ബലിതലക്കൽ സമർപ്പിക്കുക. ഇനി വെള്ളം കൊണ്ട് 5 നീര്, എള്ളെടുത്ത് 5 നീര്, പൂവും കൊണ്ട് 5 നീര്, ചന്ദനം തൊട്ട് 5 നീര്. ഇളയത് പറയുന്നത് ഭവ്യതയോടെ കേട്ട് ചിട്ടയോടെ അനുസരിക്കുകയായിരുന്നു മീനാക്ഷി. തെക്കേക്കളം തറവാടിന്റെ ഉമ്മറത്ത് കൊളുത്തിവച്ച നിലവിളക്കിന് മുന്നിൽ കുളിച്ച് ഈറനൊടുത്ത് മീനാക്ഷി ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട് നാഴിക 1 ആയി. 7:30 വെളുപ്പിനെ ഉണർന്ന് മുങ്ങിക്കുളിച്ച് ഈറനോടെ വന്ന അവൾക്ക് ഇനിയും ഒരു നിമിഷം വിശ്രമിക്കാൻ കഴിഞ്ഞിട്ടില്ല. മീനാക്ഷിക്കതിൽ മടുപ്പനുഭവപ്പെട്ടുമില്ല. ഉമ്മറത്തിന്റെ ഒരറ്റത്ത് ചാരു കസേരയിൽ ദിവാകര പണിക്കർ ഇരിക്കുന്നുണ്ടായിരുന്നു. ഗോവിന്ദമേനോനും കൃഷ്ണനുണ്ണിയും ഈറനൊടുത്ത് ബലികർമ്മങ്ങൾ അർപ്പിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. ശങ്കരമാവന് ലഭിക്കാതെ പോയ മോക്ഷമാർഗം തുറന്നുകൊടുക്കാൻ ഇതേയുള്ളൂ അന്ത്യവിധിയെന്ന് തീരുമാനിച്ചത് ദിവാകര പണിക്കരാണ്. തലേന്ന് വൈകുന്നേരത്തോടെ തന്നെ വേണ്ടതെന്തെന്നതിനെക്കുറിച്ച് ഒരു തീർച്ചയുണ്ടായി കഴിഞ്ഞിരുന്നു. മോക്ഷം കിട്ടാതെ അലയുന്ന ശങ്കരമാവന്റെ ആത്മാവിന് മോക്ഷപ്രാപ്തി വരുത്താതെ അദ്ദേഹത്തിന്റെ ആത്മാവ് മീനാക്ഷിയെ വിട്ടൊഴിഞ്ഞു പോവില്ലത്രേ. ദിവാകര പണിക്കരുടെ നിർദ്ദേശങ്ങൾ എന്തുതന്നെയായാലും അത് പ്രാവർത്തികമാക്കാൻ ഗോവിന്ദമേനോൻ തയ്യാറായിരുന്നു. 108 വർഷങ്ങളിലേക്കെന്ന് സങ്കല്പിച്ച് ചെയ്യേണ്ട 108 കർമ്മങ്ങൾ. മീനാക്ഷിയും ഗോവിന്ദമേനോനും കൃഷ്ണനുണ്ണിയും കൂടിയത് പൂർത്തിയാക്കിയാൽ മതി. അവരത് പൂർത്തിയാക്കുകയാണ്. ഇനി അരനാഴികയ്ക്കുള്ളിൽ കർമ്മങ്ങളെല്ലാം അവസാനിക്കും. അവസാനം ഒളിച്ചു വച്ചിരിക്കുന്ന പവിത്രമോതിരം മീനാക്ഷി തനിയെ എടുത്തു കൊണ്ടുവന്ന് സ്വമനസാലെ ഏതെങ്കിലും അരുവിയിലോ പുഴയിലോ എറിഞ്ഞുകളയണം. ഇതിനി ഒരിക്കലും ലഭിക്കാത്ത മട്ടിൽ അവളത് സ്വയം ചെയ്താലല്ലാതെ ശങ്കരമാവന്റെ ആത്മാവ് അവളെ വിട്ട് പിരിഞ്ഞെന്ന് വരില്ല. ഇത് കണ്ടെടുക്കാനായിരുന്നു ആ ആത്മാവ് അവളുടെ ശരീരത്തിൽ കൂടിയത്. ശങ്കരമാവൻ ആദ്യം ചെയ്തതും അത് കണ്ടെടുക്കുക എന്നതായിരുന്നു. പവിത്രമോതിരം കയ്യിലെത്തിപ്പെട്ടതിനു ശേഷമാണ് മീനാക്ഷി ഏറെ നേരവും ശങ്കരമാവനായി മാറിയതും. ആ മാറ്റം അവളുടെ തന്നെ അപകടത്തിനെ ഉപകരിക്കൂ എന്ന് ബോധ്യമായി കഴിഞ്ഞു. ഇപ്പോഴൊരു തട്ടിക്കൊണ്ടുപോക്കേ ഉണ്ടായുള്ളൂ. ഭാഗ്യത്തിന് അപകടമൊന്നും കൂടാതെ തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞു. ഇനി ഒരു വേള അവളെ എന്നേക്കുമായി നഷ്ടപ്പെട്ടെന്നും വരാം. അതിന് സാധ്യതയുണ്ടെന്ന് ദിവാകര പണിക്കർ പറയുക കൂടി ചെയ്തപ്പോൾ ഗോവിന്ദമേനോൻ ഉറപ്പിച്ചു പറഞ്ഞു. എന്ത് വേണമെങ്കിലും ചെയ്യാം. എത്ര കഷ്ടപ്പാടുകളായാലും വേണ്ടില്ല. മോളെ അവളായി എനിക്ക് തിരിച്ചു ലഭിക്കണം ദിവാകര. കൂട്ടുകാരനെ ഏറ്റവും നന്നായി അറിയാവുന്ന ദിവാകര പണിക്കർക്ക് പിന്നീട് ആലോചിക്കാൻ ഏറെയൊന്നും ഉണ്ടായിരുന്നില്ല. ശങ്കരമാവന്റെ ആത്മാവിന് വിട്ടൊഴിയാനായിരുന്നുവെങ്കിൽ അതിന് ഇത്രയും കാലതാമസത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ഇനി ഇങ്ങനെ തുടർന്നാലും അത് കുഴപ്പത്തിലേ കലാശിക്കൂ. കുമളയിൽ നിന്ന് അവർ തിരിച്ചെത്തും മുൻപ് തന്നെ ഈ ചടങ്ങിനെക്കുറിച്ച് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. കല്യാണ തിരക്കൊഴിയുകയും അവസാനത്തെ അതിഥിയും പടിയിറങ്ങി പോവുകയും ചെയ്തപ്പോഴേക്കും രാത്രി വളരെ വൈകിയിരുന്നു. തെക്കേക്കളം തറവാട്ടിലെ ജർമ്മൻ ക്ലോക്കിൽ 11 വട്ടമണി മുഴങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ജയലക്ഷ്മി ഭർതൃഗൃഹത്തിലേക്ക് തിരിച്ചത് രാത്രി 7 ശേഷമാണ്. ഗൃഹപ്രവേശനത്തിന് രാത്രിയിൽ ഒരു മുഹൂർത്തം കണ്ടെത്തേണ്ടിയിരുന്നു. ആദ്യം നിശ്ചയിച്ച മുഹൂർത്തം തെറ്റുകയും കല്യാണസദ്യ അത്താഴസദ്യയായി അവസാനിക്കുകയും ചെയ്തു. ജയലക്ഷ്മി തിരിച്ചുപോയത് ആഹ്ലാദവതിയായി തന്നെയാണ്. 4ാം നാൾ തിരിച്ചെത്തുമ്പോഴേക്കും മീനാക്ഷിയിൽ നിന്ന് ആ ഇരട്ട വ്യക്തിത്വത്തിന്റെ അവസാനത്തെ കണികയും അവസാനിച്ചു കഴിഞ്ഞിരിക്കുമെന്ന് അവൾക്കറിയാം. മുത്തച്ഛൻ വിവരം അവളോട് പറഞ്ഞിരുന്നു. മീനാക്ഷിയെ തിരികെ ലഭിക്കാൻ പോകുന്നതിൻ്റെ ആഹ്ലാദം
ചില്ലറയായിരുന്നില്ല അവൾക്ക്. ബലികർമ്മങ്ങൾ ഓരോന്നായി കഴിഞ്ഞുകൊണ്ടിരുന്നു. 6 വട്ടം ക്രിയകൾ പൂർത്തിയായി. 7-ാം വട്ടത്തിനൊരുങ്ങുമ്പോൾ മീനാക്ഷിയിൽ അതുവരെയില്ലാത്ത ചില അസ്വസ്ഥതകൾ വന്നു നിറയുന്നത് അവളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ദിവാകര പണിക്കർ കണ്ടു. അത് പ്രതീക്ഷിച്ചിരുന്നതുപോലെ അദ്ദേഹം പുഞ്ചിരിച്ചു. കാര്യങ്ങൾ താൻ ഉദ്ദേശിച്ച തരത്തിൽ തന്നെ നീങ്ങുന്നതിൻ്റെ സന്തോഷമായിരുന്നു ആ പുഞ്ചിരി. കർമ്മങ്ങൾ അവസാനിക്കുമ്പോൾ ശങ്കരമാവൻ ഇടയാതിരിക്കില്ലെന്നറിയാമായിരുന്നു. അന്നേരം മാത്രമേ തൻ്റെ സാന്നിധ്യം ഇവിടെ ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം ഇളയത് ചെയ്യേണ്ടതാണ്. പരിചയക്കാരനായ ഇളയതിനോട് ഒക്കെ മുൻകൂട്ടി പറഞ്ഞിരുന്നതുകൊണ്ട് കർമ്മങ്ങൾക്കിടയിൽ എന്തെങ്കിലും അനിഷ്ടം തോന്നിയാലും അപൂർണമാക്കില്ലെന്ന് നിശ്ചയം. പെട്ടെന്ന് വിട്ടുപോകാൻ ശങ്കരമാവന് വിഷമമുണ്ടാകും. അമ്മാവൻ ഇണങ്ങിക്കിട്ടിയ ഏറ്റവും പറ്റിയ മാധ്യമമായിരുന്നു മീനാക്ഷി. പെട്ടെന്ന് വിട്ടുപോകുമ്പോൾ അതുവരെ താൻ ഉപയോഗിച്ച മാധ്യമത്തെ കൂടി ഇല്ലാതാക്കിയിട്ട് പോകുന്ന സ്വഭാവം ചില ആത്മാവുകൾക്കുണ്ട്. അത് ഒഴിവാക്കാനാണ് 108 വർഷം ചെയ്യേണ്ട കർമ്മങ്ങൾ ആവർത്തിക്കാൻ തീരുമാനിച്ചത്. പൂർണ്ണ തൃപ്തിയാക്കിയിട്ട് അപേക്ഷിച്ച് സ്വന്തം ഇഷ്ടത്തോടെ പിരിഞ്ഞു പോകാൻ സമ്മതിക്കണം. അതുവരെ ഉപയോഗിച്ച മാധ്യമത്തെ ശിക്ഷിക്കാതെ അനുഗ്രഹിച്ചിട്ട് പോവുകയും വേണം. എങ്കിലേ അതുകൊണ്ട് കാര്യമുള്ളൂ. ഇനി കുട്ടി ഇരുന്നോളൂ. ഇളയതിൻ്റെ ശബ്ദം. അതുവരെ പറയുന്നതെല്ലാം പെട്ടെന്ന് അനുസരിക്കാൻ തയ്യാറായിരുന്ന മീനാക്ഷി രൂക്ഷമായി ഇളയതിനെ നോക്കി. ദിവാകര പണിക്കർ ഒന്നിളകിയിരുന്നു. ഗോവിന്ദമേനോനും കൃഷ്ണനുണിയും അപ്പോഴാണ് മീനാക്ഷിയെ ശ്രദ്ധിച്ചത്. അവളുടെ ആ ഭാവമാറ്റം കണ്ട് അവർക്കും ആശങ്ക തോന്നി. നീ ആരാടാ എന്നെ ഇരുത്താൻ? ശങ്കരമാവിൻ്റെ ശബ്ദം. ആ ഹാളിലുണ്ടായിരുന്ന സർവരും നടുങ്ങിപ്പോയി. ഗോവിന്ദമേനോൻ ആശങ്കയോടെ ദിവാകര പണിക്കരെ നോക്കി. സമാധാനമായിരിക്കാൻ പണിക്കർ കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടി. നേരത്തെ വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നുവെങ്കിൽ സ്വതേ ചൂടനായ ഇളയത് ആ നിമിഷം കർമ്മങ്ങൾ അവസാനിപ്പിച്ച് ചാടിയിറങ്ങി പോകേണ്ടതാണ്. പകരം ശാന്തനായി ആ നിമിഷങ്ങളെ അഭിമുഖീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ധിക്കരിക്കരുത് ശങ്കര, ഞാനൊരു പുരോഹിതനാണെന്ന് ഓർക്കണം. ശങ്കരന് പുരോഹിതന്മാരെയും ബ്രാഹ്മണന്മാരെയും ഒക്കെ ബഹുമാനിക്കാൻ അറിയാമെന്ന് നമുക്ക് നല്ലോണം അറിയാം. ഇളയതിൻ്റെ സൗമ്യസ്വരം. ശങ്കരമാവൻ ഒരു നിമിഷം നിശബ്ദനായി. അംഗീകരിക്കുന്നവരുടെയും കീഴടങ്ങുന്നവരുടെയും മുന്നിൽ അവരേക്കാൾ വിനീത വിധേയനാകുന്ന ആളായിരുന്നുവല്ലോ ശങ്കരമാവൻ. താനെന്നെ പറഞ്ഞു വിട്ടേ അടങ്ങൂ അല്ലേ? അന്നെനിക്ക് ഇഹലോകത്തിലെ സൗഭാഗ്യങ്ങളൊന്നും അനുഭവിക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും അതാഗ്രഹിച്ചു വന്ന എന്നെ അതിനനുവദിക്കുകയുമില്ല അല്ലേ? ശങ്കരമാവൻ്റെ ശബ്ദത്തിലെ രൂക്ഷത തെല്ലു കുറഞ്ഞിരുന്നു. അന്നങ്ങയെ ആരും തടഞ്ഞിട്ടില്ലല്ലോ. ഒക്കെ ഉണ്ടായിരുന്നിട്ടും ഒന്നും വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിച്ചിട്ടല്ലേ? അങ്ങയെ സ്നേഹിക്കുകയല്ലാതെ ഇത്തറവാട്ടിലാരും അങ്ങയെ കുറ്റപ്പെടുത്തിയിട്ടില്ല, അവഗണിച്ചിട്ടില്ല. അങ്ങനെ ആലോചിച്ചാൽ എല്ലാവരോടും അങ്ങ് ചെയ്തതല്ലേ കടുപ്പമായി പോയത്. അങ്ങയെ എന്നും ഓർക്കാനിനി ഈ തറവാട്ടിൽ മീനാക്ഷിയെങ്കിലും ഉണ്ടാകും. അവളെ അതിനനുവദിക്കുകയല്ലേ ചെയ്യേണ്ടത്? അവളെ അനുഗ്രഹിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഇത്തവണ സംസാരിച്ചത് ദിവാകര പണിക്കരായിരുന്നു. ശങ്കരമാവൻ നിശബ്ദനായി. മുഖം മെല്ലെ താണു. ഇത്തറവാട്ടിലെ ഒരു അംഗത്തെ വേദനിപ്പിക്കാൻ എനിക്കാവോ ദിവാകര? ഇല്ല. നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഞാൻ ചെയ്യാം. തിരിച്ചു പോകുകയാണ് ഞാൻ. ഇനി ഒരിക്കലും വരാതിരിക്കാൻ തന്നെ മടക്കയാത്ര. എനിക്ക് തൃപ്തിയായി. എല്ലാവരെയും കാണാൻ കഴിഞ്ഞതു തന്നെ ഭാഗ്യമായി. ആകാവുന്ന കാലത്തും അലയാനായിരുന്നു എനിക്ക് വിധി. ഇനി ഒന്ന് വിശ്രമിക്കാറായി. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ മാപ്പ്. പെട്ടെന്ന് മീനാക്ഷി തളർന്നു വീണു. നിലത്തേക്ക് വീഴും മുൻപേ ഗോവിന്ദമേനോനും കൃഷ്ണനുണിയും കൂടി അവളെ താങ്ങി. ഒരു ദീർഘനിശ്വാസത്തോടെ ദിവാകര പണിക്കർ എണീറ്റു. തണുത്ത ജലം തളിച്ച് മീനാക്ഷിയെ അദ്ദേഹം ഉണർത്തി. ആകെ പതറിപ്പോയെങ്കിലും മീനാക്ഷി പെട്ടെന്ന് ഉഷാറായി. ഒരു നിമിഷം ശരീരത്തിൻ്റെ ഭാരം ഇല്ലാണ്ടായതുപോലൊരു തോന്നലായിരുന്നു അവൾക്ക്. എന്താണുണ്ടായതെന്നറിയില്ല. ഇനി പൂർണ്ണമായും ഒരു വട്ടം കൂടി ബലികർമ്മങ്ങൾ, പിന്നെ ബലിശേഷം ഒഴുക്കാൻ പുഴയിലേക്ക് പോകാം. ദിവാകര പണിക്കരുടെ നിർദ്ദേശാനുസരണം ഇളയത് വീണ്ടും കർമ്മങ്ങൾ ആരംഭിച്ചു. ചടങ്ങുകൾ പെട്ടെന്ന് അവസാനിച്ചു. എല്ലാവരുടെയും മുഖങ്ങളിൽ ഒരാശ്വാസത്തിൻ്റെ നിലാവ് പരന്നു.
ബലിശേഷം തൂശനിലയിൽ പൊതിഞ്ഞെടുത്ത് മുറ്റത്തെ കാറിനരികിലേക്ക് നടക്കാൻ തുടങ്ങിയ ഗോവിന്ദമേനോനെയും കൃഷ്ണനുണ്ണിയെയും മീനാക്ഷി തടഞ്ഞു. ഇതൊന്ന് പിടിച്ചച്ചാ, ഞാനൊരു സാധനം കൂടി എടുത്തുകൊണ്ട് വരട്ടെ. മീനാക്ഷി തൂശനിലപ്പൊതി കൃഷ്ണനുണ്ണിയെ ഏൽപ്പിച്ച് തൻ്റെ മുറിയിലേക്ക് കുതിച്ചു. മുറിയിൽ കട്ടിലിലെ തലയണയുടെ ഒരു അറയിൽ നിന്ന് മീനാക്ഷി ആ പവിത്ര മോതിരം കയ്യിലെടുത്തു. അതുമായി അവൾ പെട്ടെന്ന് ഇറങ്ങി വന്നു. ഇനി പോകാം. എല്ലാവരും കാറിലേക്ക് കയറി. കാർ മംഗലത്ത് ദേശത്തിൻ്റെ പുഴയുടെ ഓരത്തേക്ക് നീങ്ങുകയായി. ഇനി അവർ പുഴയോരത്ത് ചെല്ലും. ബലിശേഷം പുഴയിലൊഴുക്കും. ഒപ്പം മീനാക്ഷി പവിത്രമോതിരവും പുഴയുടെ ഓളങ്ങളിലേക്ക് വലിച്ചെറിയും. കയ്യിലിരിക്കുന്ന മോതിരത്തിലേക്ക് അവൾ ഒരു വട്ടം പോലും നോക്കിയില്ല. പുഴയുടെ അരികിലെത്തിയപ്പോൾ കാറിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് മീനാക്ഷിയാണ്. അവൾ പടവുകൾ ഇറങ്ങിച്ചെന്നു. പവിത്രമോതിരം പുഴയുടെ മധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ആകാവുന്നത്ര ആയത്തിൽ. ഗോവിന്ദമേനോന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉദിച്ചു. ഇപ്പോൾ ഈ നിമിഷം മുതൽ പഴയ മീനാക്ഷിയെ തറവാടിന് തിരികെ ലഭിച്ചിരിക്കുന്നു.